ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂട്ടാൻ വെച്ചതിന് ബാക്കിയുണ്ടായിരുന്നു. അതിനൊരു ഇതിനുള്ളി വെച്ചതാണ്. അപ്പോൾ കർക്കിടക സംക്രാന്തി ദിവസം അങ്ങനെ വെച്ചിട്ട് കൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ കർക്കിടകത്തിന് ഹോസ്പിറ്റലൊക്കെ പോയില്ല. അതങ്ങനെ അവിച്ചത് നല്ലോണം 1 കിലോൻ്റെ അത്ര കിട്ടിയില്ല. ചെറിയൊരു തുണ്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ട് വെറുതെ അതിലിങ്ങനെ വെച്ചും കൊണ്ട് വെച്ചതാണ്. എന്തായാലും ഈ ഇഞ്ചിയും കൊണ്ട് പെരുന്നാളും കഴിയുക, പള്ളിനേർച്ചയും കഴിയുക. അതൊന്നും വാങ്ങാണ്ട് കഴിഞ്ഞു. ഫെബ്രുവരി പള്ളിനേർച്ചയും പിന്നെ അത് കഴിഞ്ഞ് പെരുന്നാളും. പിന്നെ 1 കിലോനോളം കിട്ടി. കുഴപ്പമില്ല, അങ്ങനെയൊന്നും വരും വിചാരിച്ചില്ല. എടുക്കനെ വന്നു. നല്ലൊരു ചുവട് കിട്ടി. ഇങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ വാങ്ങിയ തുണ്ട് ഇഞ്ചിയൊക്കെ ആണെങ്കിൽ വെറുതെ ഉണക്കി കളയണം. അങ്ങനെ വെച്ചാൽ നമ്മുടെ വീട്ടിൽ അതിലിടയ്ക്ക് ഞാൻ എത്ര മാറി അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ വേണ്ടി വരുമ്പോൾ അതിലൊരു അരികിനെ വിരലും കൊണ്ട് നോടി പൊടിച്ചെടുക്കും. അങ്ങനെ ചെയ്യും. പൊട്ട് എടുക്കുക. പച്ചക്കറി 4 വഴുതിനും തേനുള്ളൂ. ബാക്കിയൊക്കെ 2 കോഴി ചന്തയിൽ നിന്ന് കോഴികളൊക്കെ പോയി കൊണ്ട് ചന്തയിൽ നിന്ന് 2 കോഴി വാങ്ങിക്കൊണ്ട് വന്നതാണ്. മുഴുവൻ കൊത്തി തിന്നു. അതിൻ്റെ പൂവൊക്കെ മുട്ടയായി ഉണങ്ങി. നല്ലൊരു ചൂട് കിട്ടി. ഈ 2 കോഴികളാണ്. കോഴികളെ ഇല്ല അവിടെ ചന്തയിൽ നിന്ന് വാങ്ങിക്കണം. ഇവർക്ക് അരിയും വേണ്ട, ചോറും വേണ്ട. ഇവർക്ക് ഇലകളും മതി, ചെടികൾ. ചെടുക്കനെ കൊത്തിയൊക്കെ മുട്ടയാക്കി. ഇഞ്ചി എന്താ കൊത്താൻ പറ്റാണ്ട് വെച്ചിരിക്കുകയാണ്. നോക്കണം എന്താ ചെയ്യുന്നതുകൊണ്ട് തിന്നാൻ പറ്റുമോ നോക്കണം. അങ്ങനെ വീടൊക്കെ പള്ളി നിറച്ചായിട്ട് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. കളർ മാറ്റിയതാണ്. ആദ്യം മഞ്ഞ കളർ എന്നിട്ട് വെള്ള കളറാക്കി ബ്ലൂ കളർ ബോർഡർ കൊടുത്തു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. സബ്സ്ക്രൈബ് ആരും ചെയ്യണില്ല. 1 കൊല്ലം വീഡിയോ തുടങ്ങിയിട്ട് ഇനിയും 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടാണ്ടാണോ വിചാരിക്കുന്നത്? ദയവ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തെറ്റുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്തെടുത്ത് പറഞ്ഞോളി, കമൻറ്റ് ചെയ്തോളി. അങ്ങനെയല്ല കൊണ്ടൊക്കെ പറഞ്ഞോളി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ. നല്ലോണം 1 കിലോ ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. മതി. അതിൻ്റെ തുണ്ടുമുറയൊക്കെ വീണ്ടും അതിൽ തന്നെ വെച്ചിട്ടുമുണ്ട്. അതിനെങ്ങനെയാണ് വയ്ക്കും. നിങ്ങൾ ഒഴിവുണ്ടുമ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തോളി. സമയവും പോവും, നമ്മുടെ വീട്ടിലുള്ള നല്ല സാധനങ്ങളൊക്കെ കിട്ടും. കോഴികളെ ചെയ്യാം. ഇത്രയും കൂടി പെയിൻ്റ് അടിക്കാനുണ്ട്. ആ പടിയിലൊരു ഡിസൈൻ കൊടുക്കാനുണ്ട്. ഒരു ഡിസൈനും കൂടി ബോർഡർ പോലെ കൊടുക്കണം. പടിയിലും കിണറ്റിൻ്റെ കാലിലും ഒക്കെ കൊടുക്കണം ഒരു ഡിസൈൻ. കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയതാണ് വീഡിയോ. ഇനിയും 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് ആയവർക്കൊക്കെ ആയിരിക്കണം.